അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വിദ്യാർത്ഥികളായിട്ട് ആ. ഇങ്ങനെ സ്കൂളിലേക്ക് പോകേണ്ടത്. ഉം. അപ്പോൾ അതില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇതെന്താ എനിക്കില്ലാത്തത് എന്നുള്ളൊരു ഞാൻ ഉം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എൻ്റെ വിഷമങ്ങൾ പറയണ പോലെയാവും അത്. ഉം. ഉം. എന്നാ ഞാൻ പൊതുവായിട്ട് അത് പറയാം. ഉം. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഉം. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ DNA യിലില്ല. ഉം. correct. ഉം. ഇത് നമ്മുടെ DNA യിലില്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഉം. എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെൻ്റെ DNA യിലേ ഇല്ല. അതായത് എൻ്റെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി അയാളൊരു അധസ്ഥിത സമൂഹത്തിൽ നിന്ന് വന്നാൽ അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല. അല്ല, പക്ഷേ ഈ സിസ്റ്റം കാണുന്നത് ആ കുട്ടിയെ അടിച്ചു ആ പിടിപ്പിക്കണം. കുട്ടീനെ അടിച്ചു പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഇത് ആ കുട്ടിക്ക് അറിയില്ല. കുട്ടിയുടെ അപ്പനോ അമ്മയോ അവൻ്റെ അച്ചാച്ചനോ അമ്മാമ്മയോ ആരും വിദ്യാലയങ്ങളിൽ പോയിട്ടില്ല. ആരും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇത് നമ്മുടെ DNA എങ്കിലും വേണ്ട. ഒരു ശതമാനമെങ്കിലും നമുക്കൊരു അടഞ്ഞ കുടിസുമുറിക്കകത്തിരുന്ന് കുറേ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു അറിവുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇനി എനിക്കൊരു മകനുണ്ടാകുമ്പോൾ ഈ ഒരു അവസ്ഥ വരരുതെന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് പറ്റുള്ളൂ.